അതെ, പരിപാടി പെട്ടെന്ന് തീർക്കിട്ടാ, വന്നിട്ട് വേറെ പണികളാണ്. അതെ, പെണ്ണ് കാണാനാണ് പോണത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സമയമൊക്കെ എടുക്കും കേട്ടോ. അല്ല, നീ എന്തിനു ഇത്ര തിരക്കാണ് ഈ വലിഞ്ഞേറിയതിൻ്റെ ഉള്ളില്? അല്ലടാ, പെണ്ണ് കാണാകുമ്പോ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഒക്കെ കൂടെ വേണല്ലോ. അതല്ലേ എൻ്റെ ഒരു നാട്ടടപ്പ്. എടാ, വിവരമുള്ളവരൊക്കെ പോയി കണ്ടു കഴിഞ്ഞ് ഇനി ഇവനും കൂടെ കാണാമല്ലോ. ഒന്ന് നിർത്തോ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും വളവള നിർത്ത്. സ്ഥലത്തറിയാം അപ്പം നോക്കിയേ. ആ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലേ? ബെസ്റ്റ്. നീ ആ ഫോണിൽ തന്നെ ആലോചനയുടെ കുമ്പഴത്തിന് അതുകൊണ്ട് മറന്നുപോയി. മോനെ, വഴിയേറ്റി തിരിച്ചോ. ഒരു 6 കിലോമീറ്റർ പിന്നിലാ വീട്. ഞാൻ വിചാരിച്ചില്ല. 6 കിലോമീറ്ററല്ലേ ഉള്ളൂ. ശുഭലക്ഷണം. എന്തേലും നക്കിയിട്ട് വരാം. തിരിച്ചേ. അമ്മ എപ്പോഴും പറഞ്ഞ ഇമാരെ വിളിക്കണ്ട. കാത്തിരുന്ന് പുൽരമലി അച്ഛവര് വന്നു. ബിന്ദു അവരെത്തി. കുടിക്കാടുത്തോ? സെക്യൂരിറ്റിക്കുള്ള വീടാണ്. ഏയ്, എന്തേലും അങ്ങനെ തോന്നുന്നുണ്ട്. ഈ വീട്ടിലെ കുരുപ്പാവുന്നുണ്ട്. അവളുടെ അനിയനാടാ. ആശാന, എടാ നിങ്ങളൊക്കെ കൂടി കൊളാക്കണ്ടിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞാ ഇതൊക്കെ നിനക്കുള്ളാണല്ലേ? ആദ്യം ഇതൊന്ന് കഴിയട്ടാ പട്ടി, എന്നിട്ട് നിനക്ക് അളവെടുക്കാം. എടാ, പെണ്ണിനെ കാണുമ്പോൾ കണ ഗുണമെന്ന് പറയാതെ കാര്യങ്ങൾ സംസാരിച്ചു. പെണ്ണ് ടൂക്കയാണ്. വല്ല അണ്ണൻ ചപ്പിയ മാങ്ങയൊക്കെയാണ് ചിങ്ങ. നിന്റെ ലൈഫ് എന്താ വണ്ടി തന്നെ ഇരിക്കണേ? ഇറങ്ങണില്ലേ? നീ ഇറങ്ങിക്കോ. എടാ, നീ വരുന്നില്ലേ? എടാ, അയാള് പറയണൊന്നും കാര്യാക്കണ്ട. പെണ്ണിന്റെ പ്രൈവറ്റ് അക്കൗണ്ടാ, ഞാൻ നോക്കിയായിരുന്നു. അതിന് അല്ല, കുട്ടി ഇൻട്രോവേർട്ടാണ്. പിന്നെ പ്രൈവറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വള്ളിയൊന്നും വരാനും പോണില്ല. അതാണല്ലോ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു നിയമം. നീ വന്നേ, നീ ഇറങ്ങിയടത് പോയി മിച്ചിരുന്നിട്ട് വരാൻ. ചെക്കറങ്ങാണ്ട് ഞാൻ എങ്ങടാ? ഒരു മക്കളെ കേറിയിരിക്കോ. ഇതിലെന്റെ അളിയൻ. അയ്യോ, ഞാനല്ലതേ അവനാണ്. ഇതാണ് ഞാൻ പെണ്ണ് കാണാൻ പോകാത്ത അളിയ. ഞാൻ സെക്യൂരിറ്റി എന്നിട്ട് വിചാരിച്ച്. സെക്യൂരിറ്റി നിന്റെ തന്ത. ഈ കുരിപ്പ് ഇവിടെ തന്നെയാണല്ലേ? പൊള്ളിക്കാൻ സമയെടുക്കും. പെണ്ണവിടെ മോൻ ഇന്നലെ എത്തിയുള്ളൂ അല്ലേ? ഇന്നലെ വന്നുള്ളൂ. അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യം മോൻ നാട്ടിൽ വന്നിട്ട് തീരുമാനിക്കാന്നാ പറഞ്ഞത്. ഓ, അതിനാണല്ലോ നമ്മൾ വന്നത്. എന്ത് പെണ്ണുകളിലാണ്, മറക്കണ്ടോ? ഇത് മോളുടെ അമ്മയാ. നമസ്കാരം. ഇത് മോളുടെ അനിയനാ. ഹായ്. എഡിറ്ററാ. അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ? ഭാവി ചമ്മൻ ചാക്കട. ബിന്ദു മോളെ വിളിക്ക്. വേഗം വിളിക്കൂ. ഹായ്. താങ്ക് യു. അച്ഛനില്ലേ? ഇല്ല, അച്ഛന് ഷുഗർ. ഷുഗർ ഡാഡി ആയിരുന്നു. പിള്ളേരെന്തേലും സംസാരിക്കണ്ടേ? സംസാരിക്കട്ടെ. മോളെ ചെല്ലേ, അച്ഛാ പോയിട്ട് വാ. മറക്കണ്ട. ടൂക്കെ അമ്മേ, അച്ഛമ്മേ. മൊത്തം വെള്ളികളാണല്ലോ. ഓണിയൻസ്. ഹായ്. ഹായ്. കുട്ടി ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നുണ്ട്. അല്ല, ഇവിടെ ഏത് കോളേജിലാ? ഇവിടെ അല്ല, ബാംഗ്ലൂരായിരുന്നു. ഓ, എന്തേ? അല്ലൊന്നുമില്ല, ഞാൻ ഗൾഫിലായിരുന്നു. ആ, അറിയാം. ചേട്ടൻ്റെ വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞിരുന്നു. കുട്ടിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചേട്ടന് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, വിവാഹത്തിന് മുന്നേ പരസ്പരം അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. അത് ശരിയാ. എനിക്ക് മുമ്പൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു.
3 വർഷത്തെ പ്രണയം. പിന്നെന്തുണ്ടായി? ചില കാര്യങ്ങൾ കാരണം അത് പൊളിഞ്ഞു. അവൾക്കെല്ലാവരോടും സ്നേഹം മാത്രമായിരുന്നു. ആ സ്നേഹിതർക്കിടയിൽ ഒരാൾ മാത്രമാണ് ഞാനെന്നറിയാൻ സമയമെടുത്തു. അപ്പോ വിഷമമുണ്ടായില്ലേ? എന്തിന്? എനിക്ക് കിട്ടാനുള്ള കിട്ടി. അയ്യോ, ഓ, അപ്പോ ഫിസിക്കലി എല്ലാം കഴിഞ്ഞു, വെർജിൻ അല്ല. അങ്ങനെയല്ല. ഞാനും വെർജിൻ അല്ല. അല്ല, എനിക്കൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലെ. 3rd ഇയർ ആയപ്പോൾ വീട്ടിലറിഞ്ഞു, സീനായി. ഇറങ്ങിപ്പോവാനൊക്കെ നിന്നതാ. അല്ലേ? പിന്നെ മനസ്സിലായത് ഈ സ്നേഹത്തിന്റെ അസുഖം ആൾക്കും ഉണ്ടായിരുന്നു എന്ന്. പിന്നെ കുറച്ച് വിഷമൊക്കെ ഉണ്ടായി. വേറെ ഒന്നിനും പോയി ചാടാതിരിക്കാനാണ് ഈ കല്യാണ പരിപാടികളൊക്കെ. അതെ, എന്നാ ശരി, ഞാൻ വീട്ടിൽ തിരി വിളിക്കാട്ടോ. എന്തേ, എൻ്റെ കഥകൾ കേട്ടോണ്ടാണോ? അങ്ങനല്ല, പറയുന്നോടൊന്നും വിചാരിക്കരുത്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ കുട്ടി വേറെ ആളുടെ കൂടെ ഒരു ഫ്രഷ് ഫ്രഷ്? അങ്ങനല്ല. അതിന് ചേട്ടൻ ഫ്രഷ് ആണോ? ആ, അല്ല, അതെന്താ, ചേട്ടനാവാം, എനിക്കായിക്കൂടാ? നിങ്ങൾക്കൊരു റൂള്, ഞങ്ങൾക്കൊരു റൂള്. അതെന്താ അങ്ങനെ? അല്ല, ഈ പെൺകുട്ടികളാകുമ്പോൾ പെൺകുട്ടികൾക്ക് ഇതൊന്നും ആയിക്കൂടാ? നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ? അതെന്താ അങ്ങനെ? തന്നോട് വേണമെങ്കിൽ എനിക്കിതൊക്കെ മറച്ചു വെക്കായിരുന്നു. താൻ പറഞ്ഞില്ലേ കിട്ടേണ്ടതൊക്കെ കിട്ടിയെന്ന്. അതെന്താ എനിക്ക് പറഞ്ഞോട് കിട്ടേണ്ടതൊക്കെ കിട്ടിയെന്ന്? പിന്നെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവില്ല ചില മിസ്റ്റേക്സ് ഒക്കെ. അത് മനസ്സിലാക്കി കഴിഞ്ഞത് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ ഞാൻ നോക്കുന്നത്. ചേട്ടൻ പോയിട്ട് ബുദ്ധിമുട്ടിയിട്ട് വിളിക്കാനും നിൽക്കണ്ട. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞോളാം ചേട്ടനെ ഫ്രഷിന് മതിയെന്ന്. വെറുതെ അല്ല കേട്ടാ ചെറുതായിട്ട്. എന്നാ ശരി ചേട്ടൻ, ശരി. ശരി പെങ്ങളെ. അങ്ങനെ തേപ്പ് കിട്ടിയ നായകൻ സ്റ്റെപ്പിലൂടെ മുണ്ടും പൊക്കി നടന്നു വരുന്നു. നടന്നു വന്നിട്ട് വരുന്നുണ്ടോ? മിച്ചറും വെള്ളം തീർന്നിട്ടില്ലടാ. എന്താ മോഡേൺ ഫാമിലി. പെണ്ണെന്തേലും ചെയ്താണോ? വല്ല ടൂക്കായിട്ട് ജനിച്ചാൽ മതി. എടാ നിക്കടാ, പട്ടിയിലെ ശരിപ്പെടുന്നു. കാര്യം എന്താടാ? പോളിയാ, ആടെ പോവാടാ. എന്റെ അഭിലാഷിന്റെ ഷോ. ഒന്ന് വണ്ടി എടുക്കൂ. എന്തുകൊണ്ടായി? കേറാ. 6 കിലോമീറ്റർ ചുറ്റിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് ചുറ്റുന്ന്. അല്ലേ ഇതെന്ത് സംഭവം? ഞാൻ അപ്പോഴേ പറഞ്ഞു 4 ആൾ കൂടി പോയി 6 ഉള്ളൂ. വണ്ടി തിരിക്കടാ. സെറ്റായെന്ന് തോന്നുന്നുണ്ടാ. എന്താ മോളെ ഉണ്ടായി? അയാൾക്കൊരു നിലവിളക്കായിരുന്നു ആവശ്യം. അതിന് ആ കുത്തുവിളക്കിന്റെ കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്താ പൊടുണ്ടായേ? ആ കുട്ടി ഒരു നിലവിളക്കല്ലേ ചോദിച്ചോളൂ. എന്തിനപ്പം നിലവിളക്ക്? ഞാൻ കാറ് കൊടുത്തിരുന്നല്ലോ.